നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ 2026 ജൂൺ മാസം 24-ാം തീയതിയാണ് ബുധനാഴ്ച. മനസ്സിൻ്റെ ഗ്രഹമായ ചന്ദ്രൻ നാളെ ഉച്ചയ്ക്ക് തൻ്റെ ഏറ്റവും ബലം കുറഞ്ഞ രാശിയിലേക്ക് മാറ്റം നടത്തുന്നുണ്ട്, അതായത് വൃശ്ചികം രാശിയിലേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം നമ്മൾ ശ്രദ്ധിക്കണം എന്നതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിന് 3 കാരണങ്ങളാണ് പറയാനുള്ളത്. അത് ഒന്നാമത്തെ കാര്യം, ചന്ദ്രൻ വൃശ്ചികത്തിലാകുമ്പോൾ നീചനാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് പെട്ടെന്ന് അസ്വസ്ഥമാകാനും ഒക്കെ കാരണം മനസ്സിന് കൺഫ്യൂഷനൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാരണം, ഈ മാറ്റം നടക്കുന്നത് രാഹുകാല സമയത്താണ്. ഇനി മൂന്നാമതായി, ചന്ദ്രൻ കടക്കുന്നത് വ്യാഴൻ്റെ നക്ഷത്രമായ വിശാഖത്തിലേക്കാണ്. അതുകൊണ്ട് വിവേകത്തോടെ നീങ്ങിയാൽ നാളത്തെ ദിവസം തന്നെ നമുക്ക് എല്ലാവിധത്തിലുള്ള അനുകൂല ഫലത്തെയും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ്. മനസ്സിന് പല വിധത്തിലുള്ള കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ സ്വയം അതിനെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നാളത്തെ ദിവസം പൂർണ്ണമായും നമുക്ക് അധീനമായി തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ബലം എന്താണ് എന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം ഏറ്റവും പ്രധാനം, രാവിലെ ഒരു 9:25 വരെ ചിത്തിര നക്ഷത്രമാണ്. അതിനുശേഷം രാത്രി വരെയുള്ള സമയം ചോതി നക്ഷത്രമായിരിക്കും. അപ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ത്വഷ്ടാവാണ്. അപ്പോൾ ചോതിയുടെ ദേവത വരുന്നത് വായു. അതായത് നാളത്തെ ദിവസം 75% ഭാഗവും ഭരിക്കുന്നത് നമുക്ക് ചോതി നക്ഷത്രമാണെന്ന് പറയാനായി സാധിക്കും. കൂടാതെ നാളത്തെ ദിവസം ഉച്ചയ്ക്ക് 12:10 കൂടി ചന്ദ്രൻ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് വൃശ്ചികത്തിലെ വിശാഖം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിലാണ്. അപ്പോൾ ഈ വിശാഖത്തിൻ്റെ അധിപനായി വരുന്നത് വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ നീചനായിട്ടും ചന്ദ്രന് വിവേകത്തിൻ്റെ ഒരു പിന്തുണ കിട്ടുന്നുണ്ട് എന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 12:10 മുതൽ 1:45 വരെയുള്ള സമയം നാളത്തെ ദിവസം ഒരു കാരണവശാലും പുതിയ കാര്യങ്ങളൊന്നും തന്നെ തുടങ്ങുന്നതിന് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ഗ്രഹമാറ്റം നാളെ ഇത്രയും പവർഫുൾ ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്ത വരുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ ചന്ദ്രൻ നീചമാകുമ്പോൾ സാധാരണ ദോഷമാണ് സംഭവിക്കുന്ന കാര്യം. പക്ഷേ നാളെ ആ ഒരു സ്ഥിതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ പവർഫുൾ എന്ന് പറയുന്ന പോയിൻ്റ് അന്വർത്ഥമാക്കുന്നത്. കാരണം ഇവിടെ വ്യക്തമാക്കുക, അതായത് ചന്ദ്രൻ ചേരുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലാണ്. അപ്പോൾ വ്യാഴം എന്നാൽ എന്താണ്? വിവേകം, ഗുരു, അതേപോലെ ധനപരമായ നേട്ടങ്ങൾ എന്നിവയാണ്. അതായത് മനസ്സ് അസ്വസ്ഥമായാലും നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് നമ്മളുടെ കാര്യങ്ങളെ കൃത്യതയോടെ, അല്ലെങ്കിൽ തീരുമാനങ്ങളെ കൃത്യതയോടെ കൈകാര്യം ചെയ്യാനുള്ളൊരു ബലം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കാണ് നാളത്തെ ദിവസം ദോഷമായി മാറുക എന്ന് ചോദിച്ചാൽ, തിടുക്കപ്പെട്ട് എടുത്തു ചാടുന്നവർക്ക് നാളത്തെ ദിവസം ദോഷം സംഭവിക്കാം എന്നതാണ്. അതായത് തിടുക്കപ്പെട്ട് കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുമ്പോൾ അത് ഫലമില്ലാതെയായി പോകും. അതാണ് ഈ ദോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാക്ക് പറയുമ്പോഴായാലും സൂക്ഷിച്ച് സംസാരിക്കാനായിട്ടൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. ക്ഷമയോടുകൂടി ഇരിക്കുക നാളത്തെ ദിവസം. പഴയ പണികളൊക്കെ തീർക്കുന്നവർക്കും അതേപോലെ സ്വന്തം തെറ്റുകൾ ഒരു ആത്മപരിശോധന നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ നാളത്തെ ദിവസം ഒരു ആത്മശുദ്ധിയുടെ ദിവസമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായും സാധിക്കും. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നാളത്തെ ഈ നീചചന്ദ്രൻ 5 രാശിക്കാർക്ക് നീചഭംഗ രാജയോഗം പോലെ വളരെ ഗുണകരമായ യോഗത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. കാരണം എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ചന്ദ്രൻ്റെ സ്ഥാനബലവും ഇവിടെ വളരെയധികം ഗുണകരമായി മാറുന്നതാണ്. അതിൻ്റെ ഫലമായി പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും അധികം ഒരു മാറ്റം വരുന്ന അല്ലെങ്കിൽ ഭാഗ്യകരമായ ദിവസമായിരിക്കും. കാരണം ചന്ദ്രൻ നിങ്ങളുടെ രാശ്യാധിപനാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം വീടായ കർക്കിടകത്തിൽ നിന്ന് 5-ാം ഭാവത്തിലാണ് നാളെ നീചചന്ദ്രൻ നിൽക്കുന്നത്. അതിനാൽ തന്നെ 5-ാം ഭാവം ബുദ്ധി, പഠനം, സന്താനഭാഗ്യം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് നാളെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെയധികം വിജയമൊക്കെ ഉണ്ടാകും. കൂടാതെ പരീക്ഷാ ഫലം കാത്തിരിക്കുന്നവരാണെങ്കിൽ പോലും അനുകൂല ഫലം വന്നു ചേരും. ഇനി ആയില്യം നക്ഷത്രക്കാർക്കാണെങ്കിൽ കലാപരമായി വലിയ കഴിവൊക്കെ തെളിയിക്കാൻ നാളത്തെ ദിവസം സാധിക്കും. എന്തെങ്കിലും സ്റ്റേജ് പെർഫോമൊക്കെ ചെയ്യാൻ നാളത്തെ ദിവസം കാത്തിരിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് കയ്യടി വാങ്ങിക്കാൻ സാധിക്കും. സന്താനങ്ങളെ കൊണ്ടും സന്തോഷം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ചില ലാഭം അല്ലെങ്കിൽ ചില ഇൻട്രസ്റ്റൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതിനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാലും ചന്ദ്രൻ നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ 4-ാം ഭാവം എന്നാൽ മനസ്സുഖം, അതേപോലെ ഭവനം, അമ്മ, മാതാവ് എന്നിവയാണ്. അപ്പോൾ ഇവിടെ
ഭൂമി വീട് സംബന്ധമായ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും, അതേപോലെ വാഹന യോഗം ലഭിക്കുന്നതിനും, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മനസ്സിന് സമാധാനം കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം പുതിയതായ ഏതെങ്കിലും കാര്യം, ഗൃഹപ്രവേശനമാകട്ടെ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനാകട്ടെ, ഏത് കാര്യത്തിന് പോയാലും അമ്മയുടെ കാൽ തൊട്ട് വന്ദിച്ച് പോകാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ കുടുംബത്തിലൊരു ഒത്തൊരുമ ഉണ്ടാകുന്ന സമയമാണ്. ഒത്തൊരുമ ഇതിനു മുമ്പ് ഇല്ല എന്നല്ല, എന്നാലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഗൃഹത്തിലുള്ള ആരെങ്കിലും വഴക്കൊക്കെ ആയിട്ട് പിണങ്ങി മിണ്ടാതിരുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ അനുകൂലം, അതായത് ചിങ്ങം രാശിക്കാർക്ക് അനുകൂല ദിവസമായതിനാൽ തന്നെ പൊതുവേ നിങ്ങളുടെ ഗൃഹം വളരെയധികം ശാന്തസുന്ദരമായി നാളത്തെ ദിവസം മുന്നോട്ട് പോകുന്നതാണ്. ഇനി ഉത്രം, അത്തം, ചിത്തിര കന്നി രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ചന്ദ്രൻ 3-ാം ഭാവത്തിലാണ്. അപ്പോൾ 3-ാം ഭാവം എന്ന് പറയുമ്പോൾ ധൈര്യം, അതേപോലെ നമ്മൾ നടത്തുന്നതായ ശ്രമങ്ങൾ, അതേപോലെ നമ്മുടെ സഹോദര സ്ഥാനമൊക്കെയാണ് സൂചിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മനസ്സിൽ വിചാരിച്ച എന്തെങ്കിലും പ്രധാന കാര്യങ്ങളുണ്ടെങ്കിൽ നാളത്തെ ദിവസം അത് നടത്തിയെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും, ധൈര്യമുണ്ടാകുന്നതാണ്. അതേപോലെ മീഡിയ രംഗത്ത്, കമ്മ്യൂണിക്കേഷൻ്റെ രംഗത്ത്, റിപ്പോർട്ടിംഗ് ചാനലിൽ റിപ്പോർട്ടൊക്കെ ചെയ്യുന്ന, വാർത്ത വായിക്കുന്ന ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ നാളെ നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. സഹോദരങ്ങളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ടാവുകയും ചെറിയ യാത്രകൾ പോലും നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും ലാഭത്തെയും പ്രദാനം ചെയ്യുന്നതാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശിയുടെ കാര്യത്തിൽ വന്നാൽ ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീചനായാലും ലഗ്നചന്ദ്രൻ ബലം തരുമെന്നതാണ്. അപ്പോൾ മനസ്സിലെ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായ ഒരു ദിവസമായിരിക്കും. അതേപോലെ മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകുന്ന ദിവസം, മനസ്സിന് ഇതുവരെ ഇല്ലാതിരുന്നതായ ഒരു ഉണർവ് നാളത്തെ ദിവസം തോന്നുന്നതായിരിക്കും. അതേപോലെ സ്വന്തം കഴിവിലൊരു വിശ്വാസം തോന്നി പല കാര്യങ്ങളും നാളെ നിങ്ങൾക്ക് ചെയ്യാനായി സാധിക്കും. ലക്ഷ്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്നത് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനുണ്ട്. അതായത് എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങളുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് മുന്നോട്ട് ഓരോ ദിവസത്തെയും തരണം ചെയ്ത്, പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് പോകാൻ സാധിക്കുന്നത്. ആ ലക്ഷ്യം ഓരോ ദിവസവും നമ്മൾ ആഗ്രഹിക്കും ഇന്ന കാര്യം ഇന്ന് നടത്തണമെന്ന്. പക്ഷെ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് നടത്താൻ സാധിക്കാതെ വരും. അത് എന്തുകൊണ്ട്? നമ്മൾ എഫേർട്ട് പൂർണ്ണമായി ഇട്ടാൽ പോലും ചിലപ്പോൾ അത് പോസിബിളാകാതെ വരുന്നതും ഗ്രഹങ്ങളുടെ അനുകൂലമില്ലാത്തതിനാലാണ്. എന്നാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഗ്രഹങ്ങൾ അനുകൂലമാകിയാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും നാളെ സാധിക്കുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. എന്തെന്നാൽ ചന്ദ്രൻ നിങ്ങളുടെ 9-ാം ഭാവത്തിലാണ്. 9-ാം ഭാവം എന്ന് പറയുമ്പോൾ ഭാഗ്യം, ഗുരു, ഈശ്വരാധീനമൊക്കെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ അപ്രതീക്ഷിത ഭാഗ്യാനുഭവം ഉണ്ടാകാൻ സാധ്യത. അപ്രതീക്ഷിത ഭാഗ്യാനുഭവം എന്ന് പറയുമ്പോൾ അവിടെ ലോട്ടറിയും പെടുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന നേരത്ത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ അതൊക്കെ അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് എത്തുന്നതായ ഭാഗ്യാനുഭവങ്ങൾ തന്നെ. അപ്പോൾ നാളത്തെ ദിവസം സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നു എടുക്കാം എന്ന് തോന്നുന്നെങ്കിൽ ഒരു ലോട്ടറി എടുത്ത് നോക്കൂ. അതിൽ ചെറിയൊരു ധനമൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ദൂരദേശത്ത് നിന്ന് എന്തെങ്കിലും വാർത്ത പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് സന്തോഷകരമായ ആ വാർത്ത ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ലയിക്കാം എന്നൊരു തോന്നലുണ്ട്. അതായത് നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്താവുന്നോ, അതല്ലെങ്കിൽ കുറച്ചു നേരം ഭാഗവതം വായിക്കാവുന്നോ, ഭഗവത്ഗീത വായിക്കാവുന്നോ, അല്ലെങ്കിൽ നാമങ്ങൾ കേൾക്കാവുന്നോ, അമ്പലത്തിൽ കുറച്ചു നേരം സമയം ചിലവഴിക്കാവുന്നോ ഒക്കെ ഒരു തോന്നൽ രാവിലെ മുതൽ തോന്നുന്നുണ്ടാവും. ആ നാളത്തെ ഗ്രഹം നിങ്ങൾക്ക് അനുകൂലമായതിനാലാണ്. ആ തോന്നലിനെ വെറുതെ കളയേണ്ട. തോന്നുമ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് വേണം. അതേപോലെ മുൻകാലങ്ങളിൽ പഠിപ്പിച്ചിരുന്ന ചില അധ്യാപകരെയൊക്കെ കാണാൻ, അവരുടെ അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനൊക്കെയുള്ള യോഗം ഉണ്ടാകുന്നതാണ്. അച്ഛൻ വഴി നേട്ടമുണ്ടാകാനുള്ള, അതായത് പിതാവിൻ വഴി നേട്ടമുണ്ടാകാനുള്ള സാധ്യത. പിതാവ് ഒരുപാട് സ്വത്തെഴുതി തരുമെന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. പിതാവിൽ നിന്ന് സന്തോഷം അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ചില സമ്മാനങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ, അതുവഴി പിതാവിനോട് നമുക്ക് കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ പിതാവിൽ നിന്ന് കൂടുതൽ സ്നേഹം നമ്മളിലേക്ക് എത്താനൊക്കെയുള്ള ഭാഗ്യവും യോഗവും നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാരെന്ന് മാത്രമല്ല എല്ലാ നക്ഷത്രക്കാരും പൊതുവെ ചെയ്യേണ്ട കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദേവി നാമങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടദേവനാരോ ദേവിയാരോ ആ മൂർത്തിയെ ആരാധിച്ചുകൊണ്ട് എഴുന്നേൽക്കാനായിട്ടൊക്കെ ശ്രമിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നാളത്തെ ദിവസം കൂടുതൽ വെള്ളമൊക്കെ കുടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ഓരോ ദിവസങ്ങളും നമുക്ക് അനുകൂലമായി വരാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. നാളത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാർക്കും അനുകൂലമായി ഒരു പോസിറ്റീവായിട്ട് നിൽക്കും. കാരണം നമ്മളുടെ മനസ്സ് അല്പം കലുഷിതമാകാനുള്ള സാധ്യത
ഗ്രഹങ്ങളുടെ ആ ഒരു ചലനം നിമിത്തം നാളത്തെ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 27 നക്ഷത്രക്കാരും ചെയ്യേണ്ട പ്രധാന കാര്യം നാളെ എപ്പോഴും കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ശരീരത്തിൽ ജലാംശം കുറയാതിരിക്കുന്നതും അതുവഴി ചിലപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗ്രഹത്തിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിലേക്ക് വരാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നാളത്തെ ദിവസം എല്ലാവരും ദാഹിക്കുന്നത് നോക്കി നിൽക്കേണ്ട, വെള്ളം കുടിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്ന്. കൂടാതെ വൈകുന്നേരം അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൂവളമാല സമർപ്പിച്ച് ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കാവുന്നതാണ്. മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ കാരണമില്ലാത്ത ഒരു ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും അത് സഹായിക്കും. അപ്പോൾ ചന്ദ്രൻ്റെ ഒരു മാറ്റമൊക്കെ വരുന്നത് കൊണ്ടാണ് മനസ്സിനൊരു ടെൻഷൻ തോന്നുന്നത്. അതൊന്നും അത്ര വലിയ കാര്യമായി ആരും എടുക്കേണ്ടതില്ല. ഒരു ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. എപ്പോഴും പോകുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് അത് ഏറ്റവും ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ നാളത്തെ ദിവസം രാവിലെ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങുന്നതിന് അത്ര അനുകൂലമായിട്ട് പറയാൻ സാധിക്കില്ല. പഴയത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലാതെ പുതിയ തുടക്കങ്ങളൊന്നും അത്ര അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യണമെന്നില്ല. പക്ഷേ 1:48 ശേഷം എല്ലാം ശുഭകരമാകും. അപ്പോൾ എന്തെങ്കിലും നാളത്തെ ദിവസം ചെയ്തേ മതിയാവൂ എന്നുണ്ടെങ്കിലും 1:48 ശേഷം ചെയ്യുന്നത് ഫലം നൽകും. അതിന് മുൻപേ പുതിയതായ എന്തെങ്കിലും കാര്യം തുടങ്ങുന്നത് അത്ര ശുഭകരമായിട്ട് നമുക്ക് പറയുവാനും സാധിക്കില്ല. അപ്പോൾ നാളത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനൊക്കെ ആയിട്ട് ഒന്ന് ശ്രമിക്കുക. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.